2024 നവംബർ 23 പുറത്തുവന്ന തെരഞ്ഞെടുപ്പ് ഫലം എല്ലാ ഭാരതീയരും വളരെ ആകാംക്ഷയോടെയാണ് നോക്കിക്കണ്ടത്. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് എന്നീ രണ്ടു സംസ്ഥാനങ്ങളിൽ പൊതുതെരഞ്ഞെടുപ്പും 13 സംസ്ഥാനങ്ങളിൽ 48 അസംബ്ലി മണ്ഡലങ്ങളിലേക്ക് ഉപതെരഞ്ഞെടുപ്പും നടന്നെങ്കിലും കേരളത്തിലെ 2 അസംബ്ലി മണ്ഡലങ്ങളിലെയും പ്രിയങ്ക ഗാന്ധി മത്സരിച്ചു ജയിച്ച വയനാട്ടിലെയും വോട്ടുനില മാത്രം പറഞ്ഞു കേരളത്തിലെ മാധ്യമങ്ങൾ സ്ഥിരം ശൈലി തുടർന്നു. രാഷ്ട്രീയ പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങളെ ഈ കൊച്ചു സംസ്ഥാനത്തിന്റെ നാലതിരുകൾക്കുള്ളിൽ ഒതുക്കി നിർത്താൻ മാധ്യമങ്ങൾ കാട്ടുന്ന അതിരുവിട്ട അഭ്യാസം നമ്മൾ കാണാതെ പോകരുത്. ബി.ജെ.പി. ഒരിക്കൽ പോലും ജയിച്ചിട്ടില്ലാത്ത പാലക്കാട് മണ്ഡലത്തെ പറ്റി മാത്രം പറയാനും ഒരുവേള ആ പാർട്ടിയെ അതിരുകടന്ന് ആക്ഷേപിക്കാനും ശ്രമിച്ച മാധ്യമങ്ങൾ പറയാൻ മടിച്ച വിവരങ്ങൾ പറയാൻ കൂടിയാണ് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. പാലക്കാട്ട് വിജയിച്ച UDF സ്ഥാനാർത്ഥി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിജയത്തിന്റെ അവകാശികൾ ആരൊക്കെയാണെന്ന് കേരള ജനത അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. പതിനൊന്ന് കോടിയിലധികം ജനസംഖ്യയുമായി ഇന്ത്യയിൽ 2ാം സ്ഥാനത്തും കേരളത്തിന്റെ 8 ഇരട്ടി വലിപ്പവുമായി ഭാരതത്തിൽ 3ാം സ്ഥാനത്തും നിൽക്കുന്ന മഹാരാഷ്ട്രയിലെ പൊതുതെരഞ്ഞെടുപ്പ് ഫലമാണ് ആദ്യം നമ്മൾ പരിശോധിക്കുന്നത്. മഹാരാഷ്ട്രയിൽ ബി.ജെ.പി. നേതൃത്വം നൽകുന്ന മഹായുതി അഥവാ ഗ്രാൻഡ് അലയൻസും കോൺഗ്രസ് നേതൃത്വം നൽകുന്ന മഹാവികാസ് അഘാഡി അഥവാ ഗ്രാൻഡ് ഡെവലപ്മെന്റ് അലയൻസും തമ്മിലായിരുന്നു അവിടെ മത്സരം നടന്നത്. ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസിനെ കൂടാതെ ഉദ്ധവ് താക്കറെയുടെ ശിവസേനയും ശരത് പവാറിന്റെ NCPയും പ്രധാന ഘടകകക്ഷികളാകുമ്പോൾ ബി.ജെ.പി. നേതൃത്വം നൽകുന്ന മുന്നണിയിൽ ഷിൻഡെയുടെ ശിവസേനയും അജിത് പവാറിന്റെ NCPയും ഘടകകക്ഷികളാണ്. ഇനി തെരഞ്ഞെടുപ്പ് ഫലം പരിശോധിക്കാം. ദേവേന്ദ്ര ഫഡ്നാവിസ് നേതൃത്വം നൽകുന്ന ബി.ജെ.പി. മുന്നണിയിൽ ബി.ജെ.പി. മത്സരിച്ചത് 148 സീറ്റുകളിലാണ്. അതിൽ 132 സീറ്റുകൾ വിജയിച്ച് 90% വിജയം കരസ്ഥമാക്കി രാജ്യത്ത് തന്നെ ഒരു റെക്കോർഡ് സൃഷ്ടിച്ചു. മുന്നണിയിലുള്ള ശിവസേന 81 സീറ്റിൽ മത്സരിച്ച് 57 വിജയിക്കുകയും NCP 59 സീറ്റിൽ മത്സരിച്ച് 41 വിജയിക്കുകയും ചെയ്തു. കോൺഗ്രസ് നേതൃത്വം നൽകിയ മുന്നണിയുടെ പ്രകടനം പരിശോധിച്ചാൽ കോൺഗ്രസ് 102 സീറ്റിൽ മത്സരിച്ചു 16 സീറ്റിൽ വിജയിച്ചു. ഉദ്ധവ് താക്കറെയുടെ ശിവസേന 92 സീറ്റിൽ മത്സരിച്ചു 20 സീറ്റിൽ വിജയിച്ച് കോൺഗ്രസ് മുന്നണിയിൽ ഒന്നാമതെത്തുകയും അജിത് പവാറിന്റെ NCP 86 സീറ്റിൽ മത്സരിച്ചു 10 സീറ്റ് നേടുകയും ചെയ്തു. ബി.ജെ.പി. മുന്നണി ആകെയുള്ള 288 സീറ്റിൽ 230 വിജയിച്ചപ്പോൾ കോൺഗ്രസ് മുന്നണി 46 സീറ്റിൽ വിജയിച്ചു. മുന്നണിയുടെ ഭാഗമല്ലാതെ മത്സരിച്ച അഖിലേഷ് യാദവിന്റെ SP-ക്ക് 2 സീറ്റുകൾ ലഭിച്ചു. കോൺഗ്രസും ബി.ജെ.പിയും നേരിട്ട് മത്സരിച്ച 74 സീറ്റുകളിൽ 9 സീറ്റുകളിൽ മാത്രമാണ് കോൺഗ്രസ് വിജയിച്ചത്. ബി.ജെ.പി. ഇത്തവണ അധികമായി നേടിയത് 27 സീറ്റുകളാണ്. നിലവിലുണ്ടായിരുന്ന 105 സീറ്റുകൾ 132 ആയി വർദ്ധിച്ചു. കോൺഗ്രസിന് നിലവിലുണ്ടായിരുന്ന 45 സീറ്റുകൾ 16 ആയി കുറഞ്ഞു. ഉദ്ധവ് താക്കറെയുടെ ശിവസേനയ്ക്ക് 5 സീറ്റും പവാറിന്റെ NCPക്ക് 1 സീറ്റും കൂടുകയാണുണ്ടായത്. ആകെയുള്ള 36 ജില്ലകളിൽ 13 ജില്ലകളിലെ എല്ലാ സീറ്റും ബി.ജെ.പി. മുന്നണി കരസ്ഥമാക്കി. 12 ജില്ലകളിൽ ഓരോ സീറ്റ് വീതമാണ് കോൺഗ്രസ് മുന്നണിക്ക് ലഭിച്ചത്. അങ്ങനെ ചരിത്രത്തിലാദ്യമായി മഹാരാഷ്ട്ര നിയമസഭ പ്രതിപക്ഷ നേതാവില്ലാത്ത സഭയായി മാറി. ആകെ സീറ്റിന്റെ 10%-മായ 29 സീറ്റു ലഭിക്കുന്ന പാർട്ടിക്ക് മാത്രമാണ് പ്രതിപക്ഷ നേതാവ് പദവിക്ക് അർഹത ലഭിക്കുന്നത്. ബി.ജെ.പി. നിലവിലുള്ള 98 സീറ്റുകൾ നിലനിർത്തിയപ്പോൾ 7 സീറ്റുകൾ നഷ്ടപ്പെടുകയും 34 പുതുതായി നേടുകയും അങ്ങനെ 132 സീറ്റുകൾ എന്ന 90% വിജയത്തിലേക്കെത്തുകയും ചെയ്തു. കോൺഗ്രസ് പാർട്ടി 13 സീറ്റുകൾ നിലനിർത്തിയപ്പോൾ 32 നഷ്ടപ്പെടുകയും പുതുതായി 3 നേടി 16 എന്ന ദയനീയമായ അവസ്ഥയിലെത്തി. 52 വർഷത്തിലധികം മഹാരാഷ്ട്ര ഭരിച്ച പാർട്ടിയാണ് കോൺഗ്രസ് എന്നത് നമ്മൾ ഓർക്കേണ്ടതാണ്. ബി.ജെ.പിക്ക് ലഭിച്ച 26.77% വോട്ടുൾപ്പെടെ മഹായുതി സഖ്യത്തിന് 48.16% വോട്ട് ലഭിച്ചപ്പോൾ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഇന്ത്യ മുന്നണിക്ക് 34.02% വോട്ടാണ് ലഭിച്ചത്. ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് 90% സീറ്റുകളിൽ വിജയിക്കാൻ കഴിഞ്ഞപ്പോൾ സഖ്യം ഒന്നാകെ 80% സീറ്റു നേടി. മഹാരാഷ്ട്ര നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 21 വനിതകൾ വിജയിച്ചിട്ടുണ്ട്. അതിൽ ഒരാൾ മാത്രമായിരിക്കും പ്രതിപക്ഷ നിരയിലുണ്ടാവുക. ജാർഖണ്ഡിൽ ആകെയുള്ള 81 സീറ്റിൽ ഭരണകക്ഷിയായ JMM 34 സീറ്റു നേടി. ഇന്ത്യ സഖ്യത്തിന് ആകെ 56 സീറ്റുകൾ ലഭിച്ചു ഭരണത്തുടർച്ച നേടി. ബി.ജെ.പിക്കു 21 സീറ്റുകളാണ് ലഭിച്ചത്. സഖ്യത്തിന് ആകെ 25 സീറ്റും ലഭിച്ചു. ബംഗ്ലാദേശിൽ നിന്നുള്ള നുഴഞ്ഞുകയറ്റക്കാരും ആദിവാസികളെ വലിയ തോതിൽ മതപരിവർത്തനം നടത്തുന്ന ഇവാഞ്ചലിസ്റ്റുകളും ജാർഖണ്ഡ് തെരഞ്ഞെടുപ്പിൽ കാര്യമായ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്.
ഇവരെ ഫലപ്രദമായി ഉപയോഗിക്കാനും സ്ഥാനാർത്ഥികളാക്കാനും ഹേമന്ത് സോറന്റെ JMM കക്ഷി നടത്തിയ തന്ത്രം വിജയിച്ചതായി വേണം കരുതാൻ. എങ്കിലും ബിജെപിക്ക് 33.18% വോട്ടും NDA മുന്നണിക്ക് ആകെ 38.14% വോട്ടും ലഭിച്ചിട്ടുണ്ട്. 34 സീറ്റ് നേടിയ JMMനേക്കാൾ 10% അധികം വോട്ട് ഷെയർ ബിജെപിക്കുണ്ട്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന 2 പാർലമെന്റ് സീറ്റുകളും നിലനിർത്താൻ കഴിഞ്ഞത് കോൺഗ്രസിന് ആശ്വാസകരമാണ്. അതിൽ കോൺഗ്രസ് MPയുടെ മരണം മൂലം തെരഞ്ഞെടുപ്പ് വേണ്ടിവന്ന മഹാരാഷ്ട്രയിലെ നന്ദേഡ് സീറ്റിലെ ഭൂരിപക്ഷം 60,000-ൽ നിന്നും 1,400-ലേക്ക് കുറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന് വയനാട്ടിൽ പ്രിയങ്ക നേടിയ വിജയമാണ്. കേരളം കണ്ട ഏറ്റവും മികച്ച പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തലയ്ക്കായിരുന്നു മഹാരാഷ്ട്രയിലെ ഇലക്ഷൻ ചാർജ് കോൺഗ്രസ് നൽകിയിരുന്നത്. ഈ ഇലക്ഷനിലെ ഏറ്റവും കൗതുകമുണർത്തുന്ന ഒരു പരിണതി 83-കാരനായ ശരത് പവാറിന്റെ വൻപരാജയമാണ്. അദ്ദേഹത്തിന്റെ ഒരു വാട്ടർലൂ ആയി 2024-ലെ മഹാരാഷ്ട്ര ഇലക്ഷൻ മാറി എന്ന് വിലയിരുത്തിയാലും തെറ്റില്ല. സ്വന്തം മകൾ സുപ്രിയ സുലെയെ ഭാവി മുഖ്യമന്ത്രിയായി വളർത്തിയെടുക്കാൻ നോക്കിയ അദ്ദേഹത്തിന്റെ കൗശലത്തിന് കിട്ടിയ ഒരു വൻ പ്രഹരമാണ് ഈ പരാജയം എന്ന് നമുക്ക് മനസ്സിലാക്കാം. ജവഹർലാൽ നെഹ്റു തുടങ്ങിവെച്ച കുടുംബാധിപത്യ പിന്തുടർച്ച ഇപ്പോഴും നമ്മുടെ രാജ്യത്തു സ്വാധീനം നേടാൻ ശ്രമിക്കുന്നു എന്നതിന്റെ ഉത്തമോദാഹരണം ആണ് ശരത് പവാർ നടത്തിയ നീക്കങ്ങൾ. മഹാരാഷ്ട്ര, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലെ 369-ഉം ഉപതെരഞ്ഞെടുപ്പ് നടന്ന 13 സംസ്ഥാനങ്ങളിലെ 48 സീറ്റുകളും ഉൾപ്പെടെ 417 അസംബ്ലി സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. അതിൽ ബിജെപി മാത്രം 174 സീറ്റുകളും സഖ്യകക്ഷികളുൾപ്പെടെ 300-ലധികം സീറ്റുകളും നേടിയെടുത്തു. ഇലക്ഷൻ നടന്ന 417 സീറ്റുകളിൽ കോൺഗ്രസിന് പാലക്കാട് ഉൾപ്പെടെ 39 സീറ്റുകളിലാണ് വിജയിക്കാൻ കഴിഞ്ഞത്. ഉപതെരഞ്ഞെടുപ്പ് നടന്ന പല സംസ്ഥാനങ്ങളിലും ഇന്ത്യ മുന്നണി സംവിധാനമില്ലാതിരുന്നതിനാൽ ഒരു മുന്നണിയെന്ന നിലയിൽ അവർക്ക് ലഭിച്ച ആകെ സീറ്റുകൾ ലഭ്യമല്ല. 2025-ൽ തെരഞ്ഞെടുപ്പ് നടക്കേണ്ട ബീഹാർ അസംബ്ലിയിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് നടന്ന 4 സീറ്റുകളും NDA മുന്നണി കരസ്ഥമാക്കി. 2024-ലെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബിജെപിക്കു കാര്യമായ പരാജയം സംഭവിച്ച ഉത്തർപ്രദേശിലെ ഫലം കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്ന 9 നിയമസഭാ മണ്ഡലങ്ങളിൽ 6 ബിജെപിക്കും 1 സഖ്യകക്ഷിയായ RLDക്കുമാണ് ലഭിച്ചത്. 2 സീറ്റുകൾ ബിജെപി SP-യിൽ നിന്ന് പിടിച്ചെടുത്തപ്പോൾ ഒരിടത്തു ബിജെപി സഖ്യകക്ഷിയായ RLD വിജയിച്ചു. 2022-ൽ RLD SP-ക്കൊപ്പമായിരുന്നു. കുടുംബാധിപത്യമെന്ന ജനാധിപത്യ ഭരണസംവിധാനത്തിലെ കാൻസർ പടർത്തുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസിന്റെ പരാജയം അനിവാര്യമാണെങ്കിലും ജനാധിപത്യത്തിൽ പ്രതിപക്ഷം എന്ന അനിവാര്യമായ ഘടകത്തിന്റെ നിലനിൽപ്പിനായി കുടുംബാധിപത്യം ഉപേക്ഷിച്ച് സ്വാതന്ത്ര്യപൂർവ്വ കോൺഗ്രസിന്റെ രീതിയിലേക്ക് എല്ലാ വർഷവും ഡിസംബർ മാസം അവസാനത്തെ ആഴ്ചയിലും അടുത്ത വർഷം ജനുവരിയിലും ആയി നടന്നിരുന്ന കോൺഗ്രസ് സമ്മേളനങ്ങളുടെ കാലത്തേക്കും അവിടെ പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്ന ഏറ്റവും മികച്ച ജനാധിപത്യ സമ്പ്രദായത്തിലേക്കും അവർ തിരിച്ചു പോകുമെന്ന പ്രതീക്ഷയോടെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു.